അല്ല, ഈ പതിവൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ ആ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല. സാറിന് ലാലേട്ടിന് പരിചയമുണ്ടോ? ലാല? ഏത് ലാല? മോഹൻലാൽ. പരിചയം ഉണ്ടോന്ന്? ഞങ്ങൾ MG കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിലെ കുട്ടിക്കുറുമ്പന്മാരായിരുന്നു ഞാനും മോഹൻലാലും. അന്ന് അയാൾക്ക് അഭിനയത്തിനോടാണ് താല്പര്യം, എനിക്കാണെങ്കിൽ പാട്ടിനോടും. ഇന്നും അമ്പലത്തിന് അഷ്ടപതി കേൾക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോവാ. അതെന്താ, സാറിന് വാദത്തിന്റെ അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല, പാട്ടിനോടുള്ള കമ്പം. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് ചെയ്യോ? ഈ സാറ് എന്നുള്ള വിളി വേണ്ട, എന്ന് വെച്ച് ഗണപതിന്ന് വിളിക്കണ്ട. ഇഷ്ടണ്ടെങ്കിൽ ഗണു എന്ന് വിളിച്ചാ മതി. സാർ ഈ മുടി ഒന്ന് കറുപ്പിക്കോ? മുടിന്നല്ല, മോഹിനി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആകെ അങ്ങോട്ട് കറുപ്പിക്കാം. എന്തിനാ ഈ ബ്രഷ്? കുട്ടികൾക്ക് പല്ല് തേക്കാനാ. ഇപ്പൊ എന്ത് വാങ്ങിയാലും ഒരു സാധനം ഫ്രീ ഉണ്ട്. അയ്യോ, പാർവതിയുടെ അപ്പ വന്നില്ലേ? എല്ലാവരും കാപ്പിയും പലഹാരവും കഴിച്ചു കഴിയാറായല്ലോ. എന്താത്, ഒന്ന് വേഗം വരൂ. എന്താണ് ഒരു വല്ലായ്മ? സുഖമില്ലേ? അച്ഛാ, അച്ഛൻ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ? തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. എന്റെ കൃഷ്ണ, ഇതെങ്ങനെ പറ്റി? കോമളം, ഇയാൾ കറുപ്പിച്ചു ചെയ്തു. തിരുമൽ ദേവാ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരു പണ്ടാറ അവര് കൊടുക്കും. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിച്ചാൽ എന്തോ കുഴപ്പമുണ്ട്. കൊറേ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും 5 കിലോ മുളക് പൊടി മേടിച്ചോണ്ട് പറഞ്ഞേ. എന്തിനാണ് മുളക് പൊടി? മൂക്കി കേട്ടാനോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു പഴം പുളിങ്ങത് കൊണ്ടുവരട്ടെ. പഴം പുളിങ്ങത് നീ തന്നെ തിന്നോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗണപതി സാറിനെ ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു വരികയാണ്. കുറഞ്ഞ് പള്ളി നിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. മോഹിനി, സത്യം പറയാലോ, സാർ ഇത്രയും ചെറുപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോഹിനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മുടി കറുപ്പിച്ചത്. പിന്നെ ആനന്ദ സാറിന് ഭയങ്കര പരാതിയാ. അതെന്താ? ഞാൻ എപ്പോഴും സാറിന്റെ അടുത്താണെന്ന്. ഓ, ആനന്ദൻ അങ്ങനെ പറഞ്ഞോ? സാറ് ചോദിക്കാനൊന്നും പോകണ്ട, എപ്പോഴും എന്നെ അങ്ങോട്ട് വിളിക്കും.
ചെന്നാൽ ഒരു നോട്ടവും ഭാവവും ഒക്കെയാ എനിക്കിഷ്ടമല്ല. മോഹിനി, പണ്ടേ അവനൊരു വികൃതിയാ. വിദ്യാഭ്യാസം വളരെ കുറവാ. അതുകൊണ്ട് പെരുമാറ്റശുദ്ധി ഒന്നും പ്രതീക്ഷിക്കണ്ട. മുമ്പ് ഇവിടെ അടിച്ചു വരാമെന്ന ഒരു പാവം ആദിവാസി പെൺകുട്ടിയെ ഛെ, 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 ഞാൻ പറയില്ല. ഛെ, അയ്യോ സാർ, ഈ ഫയൽ സൈൻ ചെയ്തില്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഒരു ഫയലിലും സൈൻ ചെയ്യരുതെന്ന് ജോത്സ്യം പറഞ്ഞിരിക്കുന്നതേ. പിന്നെ മെഹ്റാൻ മെഹ്റ കമ്പനിക്ക് അയച്ച ക്രേപ്പ് റബ്ബറിന്റെ കാസ് ഇതുവരെ കിട്ടിയില്ല. അതെന്താണെന്ന് അന്വേഷിച്ചോ? മോഹിനി പോയി മാനേജറോട് വരാൻ പറയൂ. സർ, സാർ, ആനന്ദം പറഞ്ഞ കാര്യം എന്തായി? ക്വാളിറ്റി മോശമാണെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പൊ ചെക്ക് പോസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുക. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമ്മളുടെ ഗോഡൌണിൽ എത്തിക്കണം. ഓ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളത്തരം ചെയ്താൽ മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ? വിട്, വിട്, വിടാൻ. തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. മേശപ്പുറത്തിരുന്ന് മഷിക്കുപ്പി തട്ടി വീണു. തുടയ്ക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ കൈകൾ കൊണ്ട് അത് തുടച്ചു. എന്റെ തലയിൽ ഇങ്ങനെ തലോടി. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ കയ്യും ചെകുത്താന്റെ പോലെ ആയല്ലോ. അപ്പോൾ മുഖം പണ്ടേ ചെകുത്താന്റെ പോലായിരുന്നല്ലേ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം? മിണ്ടാതിരിക്കു പണ്ടാറം. ഇതെങ്ങനെയാ കളയുക എന്റെ മോളെ? കൈ മുറിച്ചു കളയേണ്ടി വരും. അച്ഛൻ വാ, ഞാൻ വൃത്തിയാക്കി തരാം. കൈ മുറിക്കണമോ എന്റെ ഉടുപ്പിക്ക്? ഇനി വരൂ. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലായി. എന്നാണ് വയസ്സ് കാലത്ത് ഇങ്ങനൊരു ആഗ്രഹം. അതിന്റെ കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ല. മാസാമാസം പുളിങ്കുറു പോലെ ശമ്പളം ഇനി വാങ്ങാൻ എടുക്കുണ്ടല്ലോ. സാർ, ഞാൻ തന്റെ കാര്യമല്ലടോ. ആ ടൈപ്പിസ്റ്റിന്റെ ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ല. സാർ, നമുക്ക് ഒരെണ്ണം കൂടി വേണം സാർ. ഇത്രയും കാലം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തിനാണോ രണ്ട് മെഷീൻ? മെഷീന്റെ കാര്യമല്ല സാർ, ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ്. അവളെവിടെ? സാർ, ആ കൊച്ചിന് അപ്പുറത്തല്ലേ എപ്പോഴും ജോലി. അപ്പുറത്ത് എന്താണോ ഇത്രമാത്രം ജോലി? അതൊന്നും എനിക്കറിയില്ല സാർ. ഒരു മിനിറ്റ് ഇടയില്ലാതെ അവിടെ എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കുക. അവളിപ്പോ സീറ്റിലുണ്ടോ? ഉണ്ട്. ഇവിടെ വരെ ഒന്ന് വരാൻ പറയൂ. സാർ, അവളെ ചീത്തയൊന്നും പറയല്ലേ. അതെല്ലാം തീരുമാനിച്ചോ. താൻ പോകൂ. സാറിനെ വിളിച്ചോ? വിളിച്ചു. ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാൻ തന്നിരുന്നു. മോഹിനി ഇതുവരെ തന്നില്ല. അത് ധൃതിയില്ല. പയ്യെ തന്നാ മതി. സമയം കിട്ടിയില്ല അല്ലേ? അപ്പുറത്ത് എന്താണ് ഇത്രമാത്രം ജോലി? ജോലിയൊന്നും ഉണ്ടായിട്ടല്ല സാർ, എന്നെ എപ്പോഴും വിളിക്കും. ജോലിയില്ലാതെ എന്തിനാണ് എപ്പോഴും വിളിക്കുന്നത്? പോറാൻ. അത് ഞാൻ എങ്ങനെ പറയും? പറയൂ, പറയൂ. വിളിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ MD ആയി പോയില്ലേ, ഒരു വല്ലാത്ത നോട്ടവും ഭാവവും ഒക്കെയാ. കാര്യം ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും കുടുംബപരമായി അങ്ങേർ ലേശം പിന്നില. അപ്പന് ചാണകം വാറലോ അതിന്റെ ബിസിനസ് എന്തോ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നെങ്കിലും അങ്ങേർ കുടിച്ച ഗ്ലാസിൽ നിന്നും ഞാനോ എന്റെ ഫാമിലിയോ കുടിക്കാറില്ല. അതെന്താ സാർ? വേണ്ട, ഞാനത് കുട്ടിയോട് പറയുന്നത് ശരിയല്ല. പറയൂ സാർ. ഒരിക്കൽ മദ്യപിച്ചപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം കുടിക്കൂ? പിന്നെ മുഴുക്കുടിയെന്നല്ലേ. ഞായറാഴ്ച ദിവസം ബോധമേ ഇല്ല. കുടിച്ചിട്ട് എന്താ പറഞ്ഞത്? പിന്നെ അത് അയാൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത വളരെ മോശമായ ഒരു രോഗമാണ്. ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ മോഹിനിക്കും. അധികം നാളും ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മോഹിനി കഴിയുന്നതും അടുത്തിടപഴകണ്ട. ഒരു പക്ഷേ പകരുന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുമല്ലോ നാൾക്കുമ്പോ. വിഷമിക്കാതിരിക്കൂ സാർ, ഈശ്വരൻ സാറിന്റെ കൂടെയുണ്ട്. ഈശ്വരൻ മാത്രമോ? മോഹിനിയും ഇപ്പൊ എന്നോടൊപ്പമില്ലേ? മതിക്കോമളം, എത്ര നേരമായി പെയിന്റ് അടി തുടങ്ങിയിട്ട്? നിർത്തൂ. അങ്ങനെ ഇപ്പൊ ഗണപതി മാത്രം സുന്ദരനായിട്ട് നടക്കണ്ട. നിങ്ങൾക്ക് എന്താണത് കുറവ്? എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളിതാ കുട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തത് അറിയുമോ? ശരീരം ചെറുപ്പമാകുമ്പം മനസ്സും ചെറുപ്പമാകും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കണം. ഇപ്പൊ പറിച്ചെടുത്തൊരു കണ്ണിമാങ്ങ പോലുണ്ട് നിങ്ങളെ കണ്ട.
സത്യം പറയൂ ഞാൻ സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമാ നടനെ പോലുണ്ട്. സുരേഷ് ഗോപിയെ പോലാണോ? അത് തന്നെ അത് തന്നെ. ഓഫീസിൽ പലതും എന്നോട് കാര്യം പറഞ്ഞു. ആര് പറഞ്ഞു? പലരും പറഞ്ഞു. നിന്റെ ഈ അച്ചാറിന്റെ മണം പോലെ എന്നെ മച്ചപ്പിടിപ്പിക്കുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോർത്തു? ഞാൻ അച്ചാറും അടുപ്പിൽ വെച്ചിട്ടാണ് വന്നത്. ഇതൊന്ന് പിടിക്കുമോ? നന്നായിട്ട് കറുപ്പിക്കണേ. ഇനി കറുപ്പിക്കണോ? ഓ. മുഴുകുപൊടി പിടിച്ച എന്റെ മനസ്സിനെ നീ പൂമ്പൊടി പൂസി മോഹിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ മോഹിനി.